സെക്കൻഡ് ഫേസ് വരെ. സെക്കൻഡ് ഫേസ്. ആദ്യത്തെ ഭാഗങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം. നോ മാം. ഓക്കെ. അപ്പൊ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ഫസ്റ്റ് ഫേസ് എന്താണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് ഫേസിലാണോ മാം ചോദിച്ചത്? ഫസ്റ്റ് ഫേസില് എന്തൊക്കെയാണ് പറയുന്നത്? ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞ ഇനീഷ്യൽ ഫേസ് ആണ്. അത് 1947 to 1983 വരെയാണ് അതിന്റെ ഒരു പീരീഡ്. അതിൽ 2 പ്രിൻസിപ്പൽ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഹെൽത്ത് പോളിസി ഉള്ളത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ, ആർക്കും പൈസ ഇല്ല എന്നുള്ള ഇതിന്റെ പേരിൽ ആർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാതിരിക്കരുത്, അല്ലെങ്കിൽ ആർക്കും കിട്ടാതിരിക്കരുത് എന്നുള്ള ബേസിലാണ് ഫസ്റ്റ് പ്രിൻസിപ്പൽ. സെക്കൻഡ് വൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതിന്റെ സ്റ്റേറ്റ് ആയിരിക്കും ഇതിന്റെ എന്തെങ്കിലും ഹെൽത്ത് പീപ്പിൾസിന്റെ ഹെൽത്തിന് റെസ്പോൺസിബിലിറ്റി വരിക. സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞോ? അതൊന്നും പറയാലോ. ഓക്കെ, ശ്രദ്ധിക്കാം. In the second phase of 1983 to 2000 വരെ, അതായത് നമ്മുടെ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ 2ാം ഘട്ടം എന്ന് പറയുന്നത്, ആദ്യത്തെ ഘട്ടത്തിൽ എന്തായിരുന്നു? പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കായിരുന്നു? ഗവൺമെന്റ് തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളിലും. ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ഗവൺമെന്റിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആയിരുന്നു. ഗവൺമെന്റ് തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ ഘട്ടം നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത്. ദെൻ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോ എന്താണ്? അവിടെ ഒരു നാഷണൽ പോളിസി ഫോം ചെയ്യുകയാണ്. 1983 ഒരു നാഷണൽ ഹെൽത്ത് പോളിസി ഫോം ചെയ്തത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ടു എൻകറേജ് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ് ഇൻ ഹെൽത്ത് കെയർ സർവീസ് ഡെലിവറി. അതായത് നമ്മുടെ ഹെൽത്ത് കെയർ സർവീസിലേക്ക്, ഗവൺമെന്റ് ഹെൽത്ത് കെയർ സർവീസിലേക്ക് പ്രൈവറ്റിനെ കൂടി, അതായത് സ്വകാര്യ ഉടമസ്ഥരെ കൂടിയിട്ട് എന്താണ് ഇതിലേക്ക് ഉൾപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പോളിസി രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതായത് എന്തിനായിരിക്കും പ്രൈവറ്റേഴ്സിനെ നമ്മുടെ ഹെൽത്ത് കെയർ സർവീസിലേക്ക് ഉൾപ്പെടുത്താനുള്ള കാരണം എന്തുകൊണ്ടായിരിക്കാം? മെയിൻ ആയിട്ട് നമുക്ക് എന്താണ് ധനം, അല്ലെ, പണത്തിന്റെ അത്യാവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് എന്താണ് ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ പോരാ, അതിന് എന്താണ് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സിന്റെയും കൂടി പങ്കാളിത്തം ആവശ്യമാണ്. അപ്പൊ അതിനാല് എന്താണ് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സിനെ കൂടി ഹെൽത്ത് കെയർ സർവീസ് ഡെലിവറിയിലേക്ക് ഉൾപ്പെടുത്തണമെന്നാണ് 1983 ഈ നാഷണൽ ഹെൽത്ത് പോളിസി നയം കൊണ്ട് വ്യക്തമാക്കുന്നത്. ഇനി facilitating expansion of health facilities in rural areas through national health programs NHPS. അതെന്താ പറയുന്നത്? അതായത് നമ്മുടെ ദേശീയ ആരോഗ്യ പരിപാടികൾ വഴി നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ, അതായത് ദേശീയ ആരോഗ്യത്തിലൂടെ ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സൗകര്യങ്ങള് കൂടുതൽ വിപുലപ്പെടുത്തുവാനാണ് ഈ ഘട്ടത്തില് പൂർണ്ണമായിട്ടും പറയുന്നത്. ഏതിന്റെ ഭാഗമായിട്ട്? നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട്. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ ആരോഗ്യ പരിപാടികളുടെ കീഴില് ഗ്രാമപ്രദേശങ്ങളിലെ ഫെസിലിറ്റീസ്, അല്ലെ, ഗ്രാമപ്രദേശങ്ങൾ, റൂറൽ ഏരിയാസിലെ എന്താണ് ആരോഗ്യ പരിരക്ഷണം നൽകുന്ന സംവിധാനങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമായും വിപുലപ്പെടുത്താനുമായിട്ടാണ് ഈ സ്കീമില് പറയുന്നത്. ഓക്കെ. ഇനി തേർഡ് ഫേസ് പോസ്റ്റ് 2000. ഇനി ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മൂന്നാം ഘട്ടത്തില് എന്താണ്? 2000-ന് ശേഷമുള്ള കാലഘട്ടമാണ്. Witnessing a further shift and widening of focus, the current phase addresses main issues such as public-private partnership, liberalization of insurance sector, and the government as a financier. പ്രധാനമായിട്ടും ഈ ഘട്ടത്തില് എന്താണ് പറയുന്നത്? ഒരുപാട് മാറ്റങ്ങൾക്ക് 2000-ന് ശേഷം ആരോഗ്യ മേഖലയില് ഒരുപാട് മാറ്റങ്ങൾക്ക് എന്താണ് സാക്ഷ്യം വഹിച്ച ഒരു കാലഘട്ടമായിരുന്നു.
എന്താണ് ഈ കാലഘട്ടത്തില് ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണെങ്കിൽ ഈ കാലഘട്ടമായപ്പോഴാണ് ഒരുപാട് മരണങ്ങള് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നത്. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ ആളുകളെ എത്തിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയില്ലാതിരുന്ന സാധാരണക്കാർക്ക് അവർക്ക് എന്താണ്, അവർക്ക് പണമില്ലാത്തതിനാൽ എന്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ എന്താണ് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ലായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ, അതായത് ഇൻഷുറൻസ് സംവിധാനം കൊണ്ടുവന്നു. ഇൻഷുറൻസ് മേഖല കൂടുതലും ഉദാരവൽക്കരിക്കപ്പെട്ടു. ഇൻഷുറൻസ് മേഖല ഉദാരവൽക്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്തിനാണ് ഇൻഷുറൻസ് നൽകുന്നത്? എന്തിനൊക്കെയാണ് നമുക്ക് ഇൻഷുറൻസ് നൽകുന്നത്? ഇറ്റ്സ് റിലേറ്റഡ് ടു ഹെൽത്ത് ആയിട്ട് കണ്ട് നോക്കിയേ, എങ്ങനെയാണ് വരുന്നത്? ഹെൽത്ത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇൻഷുറൻസ് എന്തിനാണ്? നമ്മൾക്ക് ആരോഗ്യം സൗജന്യമായിട്ട് ചികിത്സാ രീതി ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. നമ്മള് ഏതെല്ലാം ഇൻഷുറൻസുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ഏതെല്ലാം ഇൻഷുറൻസിനെ കുറിച്ച് നമുക്കറിയാം? ആരോഗ്യ മേഖലയിലെ ഇൻഷുറൻസിനെ പറ്റിയാണ് ചോദിക്കുന്നത് കേട്ടോ. നിങ്ങൾ RSBY കേട്ടിട്ടില്ലേ? RSBY എന്തിനാണ് നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത്? RSBY എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ചികിത്സാരീതി സൗജന്യമായിട്ട് എന്താണ് പൂർണ്ണമായും സൗജന്യമല്ലെങ്കിലും എന്താണ് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ എന്താണ് ഇൻഷുറൻസ് തുക ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ചികിത്സാ രീതികള് എന്താണ് പൂർണ്ണമായി നടത്താനായിട്ട് സാധിക്കും. അവിടെ ഗവൺമെന്റ് എന്തായിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യൽ ഒരു എന്താണ് പ്രശ്നങ്ങളെ ധനസഹായപ്പെടുന്ന രീതിയിലാണ് ധനസഹായം എന്ന രീതിയിലാണ് ഗവൺമെന്റ് അവിടെ പ്രവർത്തിക്കുന്നത്. പ്രധാനമായിട്ടും ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കേണ്ടത് 2000 ശേഷം ഇൻഷുറൻസ് മേഖല ലിബറലൈസ് ചെയ്യപ്പെട്ടു എന്നതാണ് ഇവിടെ പ്രധാന പോയിന്റ് ആയിട്ട് വരുന്നത്. 2000 ശേഷമാണെന്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് ഈ കാലഘട്ടം അപ്പൊ അങ്ങനെ രാഷ്ട്രീയ എന്താ എഴുതിയേക്കണ സ്വാസ്ഥ്യ ബീമ യോജന, അങ്ങനെ പലതരത്തിൽ RSBY മാത്രമല്ല അല്ലെ, പലതരത്തിലുള്ള ആരോഗ്യ ഇൻഷുറൻസുകൾ ഇന്ന് നമ്മൾക്ക് അവൈലബിൾ ആണ് അല്ലെ. ഓക്കെ, അപ്പോ ആ ഇൻഷുറൻസുകളുടെ കാലഘട്ടം ആരംഭിച്ചത് എപ്പോഴാണെന്നാണ് പറയുന്നത്? പോസ്റ്റ് 2000 ശേഷമുള്ള കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായത്. അപ്പൊ നമ്മള് ഈ 3 കാലഘട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ ആരോഗ്യ മേഖലയിലെ പലതരത്തിലുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ആദ്യം എന്താണ് 2 പ്രിൻസിപ്പിൾസിന്റെ ഭാഗമായിട്ടായിരുന്നു ആദ്യത്തെ ഫേസ് ആദ്യത്തെ കാലഘട്ടം മുന്നോട്ട് പോകുക. സെക്കൻഡ്, അതിനുശേഷം എന്താണ് ഒരു പോളിസി രൂപപ്പെടുത്തുകയും അതിലേക്ക് പ്രൈവറ്റേഴ്സിനെ എൻകറേജ് ചെയ്ത് ഹെൽത്ത് സിസ്റ്റത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങള് വിപുലപ്പെടുത്തുന്നതിനുള്ള പരിപാടികള് 2ാം ഘട്ടത്തില് പൂർത്തീകരിച്ചു. തേർഡ് ഫേസിലാണ് എന്ത് ചെയ്തത്? പ്രധാനമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് എന്താണ്? ഇൻഷുറൻസിന്റെ ലിബറലൈസേഷൻ അല്ലെ. ഇൻഷുറൻസ് മേഖല ഉദാരവൽക്കരിക്കപ്പെട്ടു. അപ്പൊ ഈ 3 ഘട്ടങ്ങളുടെയും പ്രാധാന്യം ഇതാണ്. മനസ്സിലായോ? ഉറങ്ങാണോ എല്ലാവരും? ഓക്കെ, ഈ 3 ഫേസസ് മനസ്സിലായോ നിങ്ങൾക്ക്? നോ മാം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെന്നാണോ? ഓക്കെ, ക്ലിയർ. അപ്പോ ഈ കാലഘട്ടങ്ങൾ ഓരോ ഫേസസിന്റെ ഇയർ നന്നായിട്ട് നോട്ട് ചെയ്യുക. ഫസ്റ്റ് ഫേസ് നമ്മൾ ഏത് കാലഘട്ടമാണ് പറഞ്ഞത്? ഫസ്റ്റ് ഫേസ് ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? 1947 to 1983. സെക്കൻഡ് ഫേസ് 1983 to 2000. തേർഡ് ഫേസ് എന്താണ്? പോസ്റ്റ് 2000, 2000 ശേഷമുള്ള കാലഘട്ടങ്ങൾ. ഓക്കെ, ഇനി പറയാൻ പോകുന്നത്
The healthcare infrastructure in rural areas being developed as 3-tier system. നമ്മുടെ ആരോഗ്യ പരിരക്ഷാ സംവിധാനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങള് ഒരു 3-tier സിസ്റ്റം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു ത്രിമാന രൂപമായിട്ടാണ് നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങള് 3ആയിട്ടാണ് പ്രവർത്തനം നടത്തുന്നത്. അവ ഏതെല്ലാമാണ്? സബ് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. അപ്പോ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം സബ് സെന്റേഴ്സ്. എന്താണ് സബ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ? മീനിങ് എന്താണ്? സബ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപകേന്ദ്രങ്ങൾ അല്ലെ? ഉപകേന്ദ്രങ്ങളാണ് എന്ത്? സബ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? പറയണോട്ടാ. ഓക്കെ ഓക്കെ. സബ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപകേന്ദ്രങ്ങൾ. ശ്രദ്ധിക്കുക, ഇൻ റൂറൽ ഏരിയാസ് ഹെൽത്ത് സബ് സെന്റേഴ്സ് മേക്ക് അപ്പ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് ഓഫ് primary care. It typically performs basic medical services, immunizations and referrals. Sub-centers are usually temporary structures employing 1-2 care workers in locations. 1-2 care locations in most locations. Each sub-centers is supposed to provide indispensable up to 5,000 individuals. The sub-centers are complemented by community health workers under supervision of sub-centers. എന്താണ് sub-centers എന്ന് പറഞ്ഞാല്? നിങ്ങളുടെ വീടിനടുത്ത് ഹെൽത്ത് സെന്ററുകൾ ഉണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹെൽത്ത് സെന്ററുകൾ? അതെന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഹെൽത്ത് സെന്റേഴ്സ്? ഇതിന്റെ ഉദാഹരണമാണ്, സബ് സെന്ററിന്റെ മെയിൻ ഉദാഹരണമാണ് എന്ത്? ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഒരു പ്രൈമറി കെയർ ആണ് അല്ലെ? സബ് സെന്റേഴ്സ് എന്ന് പറയുന്നത് ബേസിക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെന്റേഴ്സ് ആണ്. അവർ എന്തെല്ലാം ഡ്യൂട്ടികളാണ് പെർഫോം ചെയ്യുന്നത്? മെഡിക്കൽ സർവീസസ്, ഇമ്മ്യൂണൈസേഷൻ ആൻഡ് റെഫറൽസ്. അതായത് എന്താണ്? ആരോഗ്യ സർവീസുകളും അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻസ് എന്ന് വെച്ചാൽ എന്താ? പ്രതിരോധ കുത്തിവെപ്പുകൾ, അതുപോലെ തന്നെ റെഫറൻസ്, ഡോക്ടേഴ്സിന്റെ റെഫറൻസുകളൊക്കെയാണ് അവരെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ. പ്രധാനമായി ആരോഗ്യ സർവീസുകൾ കൊടുക്കുക, പ്രതിരോധ കുത്തിവെപ്പുകൾ വെക്കുക എന്നതാണ് അവരെ പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ടെമ്പററി സ്ട്രക്ചർ. ഈ സബ് സെന്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള സ്ട്രക്ചറുകളാണ്. അവിടെ എത്ര പേരായിരിക്കും വർക്കേഴ്സ് ഉണ്ടാവുന്നത്? 1-2 കെയർ വർക്കേഴ്സ് മാത്രമേ ഒരു ഹെൽത്ത് സെന്ററിൽ അല്ലെങ്കിൽ ഒരു സബ് സെന്ററിൽ വർക്ക് ചെയ്യുകയുള്ളൂ. ഈ സബ് സെന്റേഴ്സ് ഈസ് സപ്പോസ്ഡ് ടു പ്രൊവൈഡ് ഇൻഡിസ്പെൻസിബിൾ അപ് ടു 5,000 ഇൻഡിവിജ്വൽസ്. എന്താണ്? ഈ ഓരോ സബ് സെന്റേഴ്സിലും ഏകദേശം 5,000 പേരെയെങ്കിലും 5,000 പേർക്കെങ്കിലും സേവനം നൽകാൻ, ചികിത്സിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കും. The sub-centers are complemented by community health workers under supervision of the sub-centers. എന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് ആണ് സബ് സെന്റേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, എന്താണ് സബ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാല്? പ്രൈമറി കെയർ, ഒരു പ്രാഥമിക ചികിത്സ സെന്റേഴ്സ് ആണ് എന്ത്? സബ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മള് ഹെൽത്ത് കെയറിലെ ഉദാഹരണത്തിന് പറയാം, ഈ ഹെൽത്ത് സെന്ററുകളിലെ പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത് എന്താണ്? ഇമ്മ്യൂണൈസേഷൻ. നമ്മൾ എന്തെങ്കിലും കുഞ്ഞു കുട്ടികളെയൊക്കെ എന്താണ് പ്രതിരോധ കുത്തിവെപ്പിനായിട്ട് കൊണ്ടുപോകാറുണ്ട് ഇല്ലേ? അത് മാത്രമാണ്. എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് സബ് സെന്റേഴ്സിൽ നമ്മൾ
പോകാറുണ്ട്, തൊട്ടടുത്തുള്ള സബ് സെന്റേഴ്സുകളിൽ പോകാറുണ്ട്. പിന്നെ ഈ ഹെൽത്ത് സെന്റേഴ്സ് മറ്റെന്ത് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്? നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മളുടെ ഈ മഴക്കാലങ്ങളൊക്കെ ആകുമ്പോൾ എന്താണ് മഴക്കാല രോഗങ്ങൾ വരും അല്ലെ? അപ്പൊ അതിനെയൊക്കെ എന്താണ് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഹെൽത്ത് സെന്റേഴ്സിൽ നിന്ന് എന്താണ് കുറച്ച് വർക്കേഴ്സ്, ഒരാളോ രണ്ടാളോ വന്ന് നമ്മുടെ വീടുകളിൽ ഇങ്ങനെ പറയും, എന്ത് പറയും, നിങ്ങള് കൊതുകിന്റെ കൊതുകിനെ എന്താണ് കൊതുക് ഇല്ലാതാക്കുന്ന രീതിയിൽ എന്താ പറയാ, വെള്ളം കെട്ടി നിർത്തുന്ന ആ ഒരു ചിരട്ട, അതുപോലെ തന്നെ വെള്ളം കെട്ടി നിർത്തുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു നിർദ്ദേശങ്ങൾ വന്ന് തരാറുണ്ട് ഇല്ലേ? ഹെൽത്ത് സെന്റേഴ്സിൽ നിന്ന് ആൾക്കാർ വന്നല്ലേ അത് പറയുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും എന്താണ് പലവിധ രോഗങ്ങൾ, അതായത് മഞ്ഞപ്പിത്തം, മലേറിയ അതുപോലെ തുടങ്ങിയ രോഗങ്ങളെ കുറിച്ചിട്ടുള്ള എന്താണ് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും പറയുന്നത് ആരാണ്? ഹെൽത്ത് സെന്റേഴ്സ് ആണ് അല്ലെ? ഈ ഹെൽത്ത് സെന്റേഴ്സിലെ ആരാണ് വർക്കേഴ്സ് വന്നിട്ട് നമ്മളോട് പറയും എന്താണ്, ഇന്ന ദിവസം ഇതുമായി ബന്ധപ്പെട്ട ആശാ വർക്കേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട എന്താണ് ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്, നിങ്ങൾ വന്നത് അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഈ ക്ലാസ്സുകൾ എടുത്തു തരുന്നത് ആരാണ്? ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികളായിരിക്കും ക്ലാസ്സുകൾ എടുത്തു തരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളും ഇതുപോലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ചും, പിന്നെന്താണ് വിരഗുളികകൾ കൊടുക്കാനായിട്ടില്ല, വിരഗുളിക നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ? അതൊക്കെ എവിടെ നിന്നാണ് കൊടുക്കുന്നത്? സബ് സെന്റേഴ്സിൽ നിന്നാണ് അല്ലെ? ഓക്കെ. അപ്പോ അതൊക്കെ അത്തരത്തിലുള്ള ആരോഗ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഈ ഹെൽത്ത് സെന്ററുകളാണ് അല്ലെ? ഇവിടെ ആരൊക്കെ ഉണ്ടാവും? 1-2 കെയർ വർക്കേഴ്സ് ഉണ്ടാകും. ഏകദേശം 5000 പേരെങ്കിലും എന്താണ് ചികിത്സ കൊടുക്കുന്ന രീതിയിലുള്ള സേവനങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. പിന്നീട് ഈ ഹെൽത്ത് സെന്റേഴ്സ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമോ? ഹെൽത്ത് സെന്റേഴ്സ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമോ? എല്ലാ ദിവസവും ഉണ്ടാകുമോ? ഇല്ല. ഹോസ്പിറ്റൽസ് പോലെ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നതാണോ? അല്ല. ആഴ്ചയിൽ 1-2 ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെതായ പ്രത്യേക ദിവസങ്ങളിലായിരിക്കും എന്ത് ഇത്തരത്തിലുള്ള സെന്റേഴ്സുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിനെ സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് ആണ് സബ് സെന്റേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അടുത്തത് നോക്കാം നമുക്ക്. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, PHC. എന്താണ് PHC എന്ന് പറയുന്നത്? അതൊരു സ്മോൾ യൂണിറ്റ്, സ്മോൾ ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. PHC are usually small, about 5 beds. ഏകദേശം 5 ബെഡുള്ള സൗകര്യങ്ങളെ ഈ പ്രാഥമിക ഹെൽത്ത് സെന്റേഴ്സിൽ ഉണ്ടാവുകയുള്ളൂ. എത്ര ഡോക്ടേഴ്സ് അവിടെ ഉണ്ടാകും? 1-2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് മാത്രമേ എവിടെ ഉണ്ടാകുള്ളൂ? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ ഉണ്ടാവുകയുള്ളൂ. കൂടാതെ 40 പാരാമെഡിക്സ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ് അല്ലെ? ഈ ഡോക്ടേഴ്സിനെ കൂടാതെ തന്നെ 14 പാരാമെഡിസിൻ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും അതുപോലെ തന്നെ എന്താണ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. PHC is typically a referral unit for a sub-center cluster of about 6. അതായത് 6 സബ് സെന്ററുകളുടെ ക്ലസ്റ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്ത് PHC എന്ന് പറയുന്നത്. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ കൂട്ടം, ആരോഗ്യ മേഖലയിൽ ചെറിയ കൂട്ടം എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. The primary health care center are in charge of 6 sub-centers each. ഈ പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ് 6 സബ് സെന്ററുകളുടെ ഇൻചാർജസ് വഹിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച സബ് സെന്റേഴ്സിലെ ഈ ഹെൽത്ത് സെന്ററുകൾ, ആ ഹെൽത്ത് സെന്ററുകളുടെ അതായത് പ്രധാനപ്പെട്ട 6 ഹെൽത്ത് സെന്ററുകളുടെ സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? PHC ആണ്. പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ് ആണ് 6 സബ് സെന്ററുകളുടെ കാര്യനിർവഹണങ്ങൾ നടത്തുന്നത്. ഓക്കെ. In addition to outpatient treatment, most PHC facilitate inpatient treatment with 4 to 6 beds. As per the plan, PHC serve 3000 people. എന്താണ് പറയുന്നത്?
PHSCയില് ഇൻപേഷ്യന്റിന്റെയും ഔട്ട് പേഷ്യന്റിന്റെയും സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. ഏകദേശം 30,000 പേരെങ്കിലും ചികിത്സിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. എത്ര ബെഡ്സുകളാണ് അവിടെ ഉള്ളത്? ഫെസിലിറ്റേറ്റ് ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റ് 4 to 6 ബെഡ്സുകൾ അവിടെ ഉണ്ടായിരിക്കും. ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയാം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്? ഇപ്പൊ ഒരു പട്ടി അടിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈ എന്തെങ്കിലോ ചെറിയ ഒരു പൊള്ളലോ എന്തെങ്കിലും വെച്ചാല് നമ്മുടെ തൊട്ടടുത്ത് നമ്മളൊരു ബേസിക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോകുന്ന സെന്റേഴ്സ് ആണ് എന്ത് പറയുന്നത്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ പെട്ടെന്നുള്ള ഒരു ആവശ്യത്തിന്, ചെറിയൊരു ആവശ്യത്തിന് അവിടെ ചെന്നിട്ട്, പക്ഷെ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളതാണോ, എമർജൻസി ഉള്ളതാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യും, മറ്റു ഹോസ്പിറ്റലിലേക്കോ അതിന് കൂടിയ ട്രീറ്റ്മെന്റിലേക്കുള്ള കാര്യങ്ങൾ നോക്കിയുള്ളൂ. അപ്പൊ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോകുന്നതാണ് എന്ത്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എത്ര ഡോക്ടേഴ്സ് ആണുള്ളത്? 1-2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. മാത്രമല്ല 14 പാരാമെഡിസിൻ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ ഉണ്ടായിരിക്കും. ഇനി 6 സബ് സെന്റേഴ്സുകളുടെ ഇൻചാർജ് വഹിക്കുന്നത് ആരാണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. 6 സബ് സെന്ററുകളുടെ, അതായത് 6 ഹെൽത്ത് സെന്റേഴ്സിന്റെ ഇൻചാർജ് വഹിക്കുന്നത് ആരാണ്? PHC ആണ്. എക്സ്പാൻഷൻ നോക്കി പോണേ. PHC എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി ഹെൽത്ത് കെയർ സർവീസസ്, സെന്റേഴ്സ്. ഓക്കെ, എന്താണ് PHC എന്ന് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പറഞ്ഞോട്ടെ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. നമ്മളുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിന് ഉദാഹരണം ഒന്ന് നിങ്ങൾ പറഞ്ഞേ, എന്തായിരിക്കും? ഏത് സംവിധാനമാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം? ഏതാണ്? നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണ്? യെസ്, വെരി ഗുഡ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലെ? താലൂക്ക് ഹോസ്പിറ്റലുകൾ, താലൂക്ക് ആശുപത്രികളാണ് എന്ത്? ജനറൽ ഹോസ്പിറ്റലുകളാണ് എന്ത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നിങ്ങൾ നമ്മുടെ ഹോസ്പിറ്റൽ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. എന്തെല്ലാം സംവിധാനങ്ങളും എന്തെല്ലാം സൗകര്യങ്ങളാണ് അവിടെ ഉള്ളത്? ഗവൺമെന്റ് ഹോസ്പിറ്റലില് എന്തെല്ലാം സംവിധാനങ്ങളാണ് നമുക്ക് നൽകുന്നത്? The secondary sector of the Indian healthcare system. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ സെക്കൻഡറി സെക്ടർ ആണ് അല്ലെ? ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു ദ്വിതീയ മേഖലയാണ് എന്ത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. ഇതെന്താണ് കണ്ടെയ്ൻസ് ചെയ്യുന്നത്? ഹെൽത്ത് കെയർ സിസ്റ്റം കണ്ടെയ്ൻസ് റൂറൽ ഹോസ്പിറ്റൽ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. അതായത് ഗ്രാമീണ ഹോസ്പിറ്റലുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സുമാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഓക്കെ, it's a secondary sector of the Indian healthcare system. ഇന്ത്യയിലെ സെക്കൻഡറി സെക്ടർ ആയിട്ട് പറയുന്നത് ഏതാണ്? ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെന്റേഴ്സ് ആണ് എന്ത്? സെക്കൻഡറി സെക്ടർ ആയിട്ട് പറയുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത്, CHC എന്ന് പറയുന്നത്. CHC serving 4 PHSC. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആണ് 4 പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന് സെർവ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആണ് 4 പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന് എന്താണ് സെർവ് ചെയ്യുന്നത്. The CHC specialized medical services are made to for 1 lakh
20,000 പീപ്പിൾ, എന്താണ് 1,20,000 പേരെ വരെ ചികിത്സിക്കാനുള്ള സൗകര്യം എവിടെ ഉണ്ടായിരിക്കും? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ ഉണ്ടായിരിക്കുന്നത്. Community health centers are supposed to have at least 30 beds, an operation theatre, a laboratory, X-ray facilities, as well as a team of 4 medical specialists. ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ ആരൊക്കെയാണ് ഉണ്ടാകുന്നത്? പ്രധാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് 30 ബെഡെങ്കിലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടായിരിക്കും, ലബോറട്ടറി ഉണ്ട്, എക്സ്റേ ഫെസിലിറ്റീസ് ഉണ്ടാകും. മാത്രമല്ല എന്താണ്, എ ടീം ഫോർ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ്, 4 മെഡിക്കൽ മേഖലയിലെ സ്പെഷ്യലിസ്റ്റുകൾ അവിടെ സർവീസ് നടത്തുന്നുണ്ടാവും. ഓക്കെ, നമുക്കറിയാം നമ്മളിപ്പോ എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് ഈ പറഞ്ഞ സൗകര്യങ്ങളെല്ലാം തന്നെ അവിടെ കാണാൻ പറ്റും അല്ലെ. പണ്ട് കാലങ്ങളിലെ പോലെയല്ല ഇപ്പോൾ എന്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അതേ ഒരു പകർപ്പ് തന്നെയാണ് ഇപ്പൊ നമ്മളുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലും അതുപോലെ ആയി മാറുന്നുണ്ട് അല്ലെ. അത്യാഹിത വിഭാഗം കാഷ്വാലിറ്റികളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഒരുപാട് ഡെവലപ്മെന്റ്സ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഒരു CHC-യുടെ അണ്ടറില് 4 PHC വരുന്നുണ്ട്. ഒരു CHC-യുടെ അണ്ടറില് 4 PHC-കളാണ് വരുന്നത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറിന്റെ അണ്ടറിലായിട്ട് താഴെയായിട്ട് കീഴിലായിട്ട് വരുന്നത് എന്താണ്, 4 PHC-കള് വരുന്നുണ്ട്. ഓക്കെ, ഏകദേശം 1,20,000 പേരെങ്കിലും ചികിത്സിക്കാനുള്ള സംവിധാനം എവിടെയുണ്ട്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സുകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. അറ്റ്ലീസ്റ്റ് 30 ബെഡ്സും അതുപോലെ തന്നെ എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ, ലബോറട്ടറി, എക്സ്റേ ഫെസിലിറ്റീസ്, മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ എവിടെ ഉണ്ടായിരിക്കും? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിനെ കുറിച്ചാണ് കേട്ടോ. ഞാനപ്പോ അതൊന്നൊരു പോയിന്റ് പോലെ പറയാം, നിങ്ങൾ അതൊന്ന് എഴുതിയെടുക്കുക. ഇത് തന്നെ ഇനി ഈ പാരഗ്രാഫിനെ നമുക്കൊന്ന് ജസ്റ്റ് പോയിന്റ് പോലെ ഒന്ന് എഴുതിയെടുക്കാം. ഫസ്റ്റ് പോയിന്റ് പറയട്ടെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് ഹെഡിങ് കൊടുക്കുക. കേൾക്കുന്നില്ലേ പിള്ളേരെ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ നിന്ന് ഹെഡിങ് കൊടുത്തിട്ട് എഴുതിക്കോട്ടെ. ഓരോ പോയിന്റ് ആയിട്ട് എഴുതിക്കും. കുറച്ച് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അങ്ങനെ പോയിന്റ് വൈസ് തരുന്നുള്ളൂ. ഈ സെയിം പാരഗ്രാഫ് തന്നെ നമ്മൾ ജസ്റ്റ് പോയിന്റ് ആക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? സെക്കൻഡറി സെക്ടർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം. സെക്കൻഡറി സെക്ടർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം. ഫസ്റ്റ് പോയിന്റ് എഴുതിയോ? Secondary sector of Indian healthcare system. Second point, CHC serve 4 PHC. CHC serve 4 PHC. Second point, CHC serve 4 PHC. Third point എന്താണ്? It serve 1,20,000 people. It serve 1,20,000 people. It serve 1,20,000 people. മൂന്ന് പോയിന്റ് എഴുതിയോ? It serve 1,20,000 people. Fourth point, it's supposed to have
at least 30 beds, at least 30 beds. Operation theater, it's supposed to have at least 30 beds. Operation theater, laboratory, X-ray facilities, X-ray facilities are available in CHC. ഒന്നുകൂടെ പറയാം. It's supposed to have at least 30 beds, operation theater, laboratory, X-ray facilities are available in CHC. എഴുതിയോ? Okay. Last point. A team of 4 medical specialists. A team of 4 medical specialists. A team of 4 medical specialists. എഴുതിയില്ലേ 4 പോയിന്റ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ദി സെക്കൻഡറി സെക്ടർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് എന്തിനെയാണ്? CHC ആണ്. CHC എന്തിനെ, എത്ര PHC-നെ സെർവ് ചെയ്യുന്നുണ്ട്? 4 PHC-നെ സെർവ് ചെയ്യുന്നുണ്ട്. ഇറ്റ് സെർവ് എത്ര പീപ്പിളിനെ സെർവ് ചെയ്യുന്നു? 1,20,000 പേരെയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് സെർവ് ചെയ്യുന്നത്. It's supposed to have at least 30 beds, an operation theater, laboratory, X-ray facilities ഒക്കെ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ അവൈലബിൾ ആണ്. പിന്നെ എന്താണ് വരുന്നത്? ഒരു ടീം അടങ്ങുന്ന ഒരു 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ എവിടെ അവൈലബിൾ ആണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പൊ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്താണ് സബ് സെന്റേഴ്സിന്റെ പ്രത്യേകതകള്? ഒന്ന് പറഞ്ഞേ. എന്താണ് സബ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാല്? നിങ്ങൾക്ക് മനസ്സിലായോ? ഉപകേന്ദ്രങ്ങളാണ്. അത് നമ്മള് സാധാരണ റൂറൽ ഏരിയ, അതായത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെയാണ് കാണപ്പെടുക. അത് എന്തിനാന്ന് വെച്ചാൽ ബേസിക് പ്രൈമറി, പ്രധാനപ്പെട്ട നമുക്ക് പ്രൈമറി ആയിട്ട് ബേസിക് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ പെർഫോം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ സർവീസസ്, അതുപോലെ പ്രതിരോധം, ഇമ്മ്യൂണൈസേഷൻ ആൻഡ് റെഫറൽസ്, ഇതൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. നിർദ്ദേശങ്ങൾ കൊടുക്കുക, അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇതൊരു ടെമ്പററി സ്ട്രക്ചർ ആണ്. അതായത് കുറച്ച് നേരത്തേക്ക് നമുക്ക് ഒരുപാട് ഇൻപേഷ്യൻസിനോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ആകെ 1-2 വർക്കേഴ്സേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരു 5000 ഇൻഡിവിജ്വൽസിനെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. അതായത് ഈ വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ സർവീസസ് ഒക്കെ നമുക്ക് 5000 ഇൻഡിവിജ്വൽസിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സബ് സെന്റേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് ആണ്. അപ്പൊ സബ് സെന്റേഴ്സ് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. എന്തൊക്കെയാണ് അതിന്റെ പ്ലാറ്റ്ഫോംസ്? ഒരാൾ പറഞ്ഞേ, വേറൊരാൾ പറഞ്ഞേ. നിങ്ങൾ തന്നെ മുന്നോട്ട് വരാം കേട്ടോ. നിങ്ങളുടെ പ്രാക്ടീസ് ആണ്, നിങ്ങൾക്ക് പറയാം. ഇത് ഒരു പ്രാഥമിക ഹെൽത്ത് കെയർ സെന്റർ ആണ്. അതില് ക്വാളിഫൈഡ് ആയിട്ടുള്ള 1-2 ഡോക്ടേഴ്സ് ആയിരിക്കും ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ 14 പാരാമെഡിക്സ് സ്റ്റാഫുകൾ ഈ PHSCയില് ഉണ്ടായിരിക്കും. ഇതില് എന്താ പറയാ, ഈ PHSCയില് സബ് സെന്ററുകളായിട്ട് വരുന്നത്
4 സബ് സെന്ററുകളായിരിക്കും ഈ PHSCയിൽ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ 6 സബ് സെന്റേഴ്സ് ആയിരിക്കും 6 സബ് സെന്റേഴ്സ് ആണ് PHSCയിൽ ക്ലസ്റ്റർ ആയിട്ട് ഉണ്ടായിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു 6 ബെഡുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു 30,000 എന്താണ് എത്ര പേരെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? 30,000 പീപ്പിൾസിനെ അവർക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വെരി ഗുഡ് വിജയ്. നെക്സ്റ്റ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിന്റെ പ്രത്യേകതകൾ എന്താണ്? എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ചെയ്യുന്നത്? ഇതിന് ഉദാഹരണം എന്ന് പറഞ്ഞേ. ഞാനില്ല. ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ സെക്കൻഡറി സെക്ടർ ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. പറയോ? പറഞ്ഞോ. ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ സെക്കൻഡറി സെക്ടർ ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. പിന്നെ CHSCയുടെ അണ്ടറിൽ 4 PHSC വരുന്നുണ്ട്. പിന്നെ 1,20,000 പീപ്പിൾസിന് ഇത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 30 ബെഡ്സ് ഉണ്ടാവും. ഓപ്പറേഷൻ തിയേറ്റർ, ലബോറട്ടറി, എക്സ്റേ ഫെസിലിറ്റീസ് ഒക്കെ ഈ CHSCയിൽ അവൈലബിൾ ആയിരിക്കും. അതുകൂടാണ്ട് 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് അടങ്ങിയ ഒരു ടീമും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നമ്മൾ ഈ 3 ടാബ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെ? നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ഇപ്പൊ നന്നായിട്ട് വായിച്ചു നോക്കുക അത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോവാം. ക്ലിയർ ആയോ? നിങ്ങൾക്ക് വ്യക്തമായോ? എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് കേട്ടോ. കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് അവിടെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ബാക്കിയെല്ലാം പഠിച്ചിരിക്കണം. ഇനി നമ്മളൊരു 3 ടാബ് സിസ്റ്റത്തിനൊക്കെ പറഞ്ഞു അല്ലെ? ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ സംവിധാനങ്ങൾ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അവിടെ പല വിധത്തിലുള്ള സൗകര്യങ്ങളും സേവനങ്ങളും ഒക്കെ എന്താണ് ആരോഗ്യ മേഖലയിൽ നടത്തപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? നമ്മളുടെ ഹെൽത്ത് സിസ്റ്റത്തിന്റെ ആരോഗ്യ മേഖലയുടെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്? ഇന്ത്യയിലെ ആരോഗ്യ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കാം. അതില് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നാഷണൽ ലെവലില് ഏതാ വരുന്നത്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. അതിന് കീഴിൽ എന്താ വരുന്നത്? സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS എന്ന് പറയുന്നത് എന്താണ്? യൂണിയൻ ടെറിട്ടറീസ്, കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഓക്കെ, അതിന് കീഴിൽ വരുന്നത് ഡിസ്ട്രിക്ട് ലെവൽ. ഡിസ്ട്രിക്ട് ലെവലിൽ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് റൂറൽ ഏരിയാസ്, അർബൻ ഏരിയാസ്. അതില് റൂറൽ ഏരിയാസിൽ എന്തൊക്കെ വരുന്നുണ്ട്? CHSC, PHSC, സബ് സെന്റേഴ്സ്. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അതല്ലേ? റൂറൽ ഏരിയാസിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആരോഗ്യ സംവിധാനങ്ങളാണ് എന്ത്? CHSC, PHSC ആൻഡ് സബ് സെന്റേഴ്സ്. ഇനി അർബൻ ഏരിയാസിൽ എന്തൊക്കെയാണ് വരുന്നത്? ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ്. ആണ് അർബൻ ഏരിയാസിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്കിത് എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നാഷണൽ ലെവൽ, ദേശീയ തലം മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ പറഞ്ഞാൽ എന്താണ്? ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത് എന്താണ്? ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. ഇത് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള പൊസിഷൻ ആണ് അല്ലെ? ഏറ്റവും ടോപ്പിൽ ഹയർ ആയിട്ട് നിൽക്കുന്ന ഒരു പൊസിഷൻ ആണ് എന്ത്? നാഷണൽ ലെവൽ അല്ലെങ്കിൽ ദേശീയ തലം എന്ന് പറയുന്നത്. അപ്പൊ ആരോഗ്യ മേഖലയുടെ സെൻട്രൽ ലെവൽ അല്ലെങ്കിൽ ദേശീയ ലെവൽ എന്ന് പറയുന്നത് ഏതാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. ഇതിന്റെ കീഴിലാണ് എന്ത്? മറ്റ്
മറ്റ് സ്റ്റേറ്റും ഡിസ്ട്രിക്ട്സും റൂറലും അർബൻസ് ഒക്കെ വരുന്നത് എന്തിന്റെ കീഴിലാണ്? നാഷണൽ ലെവലിന്റെ കീഴിലായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. സംസ്ഥാന തലത്തിലും കേന്ദ്രഭരണ പ്രദേശത്തിലും, അതായത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എന്താണ് ഇത്തരത്തിലെ ഹെൽത്ത് കെയർ സിസ്റ്റംസ് വരുന്നുണ്ട്. ഓക്കെ, ഈ സ്ഥലങ്ങളിലൊക്കെ എന്താണ്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒക്കെ എന്താണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും അതുപോലെ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ്സുകളൊക്കെ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഓക്കെ, എന്താണ് കുട്ടികളെ യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറഞ്ഞാല്? UTS കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞേ, ഏതൊക്കെയാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ? വേഗം ഗൂഗിൾ അടിച്ചു നോക്കണേണ. പോണ്ടിച്ചേരി, ആൻഡമാൻ നിക്കോബാർ, പിന്നെ ജമ്മു, മാഹി, ദാമൻ ആൻഡ് ദിയു. എത്ര എണ്ണം അപ്പൊ ആകെ? നമുക്ക് എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? 8 7 അങ്ങനെ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നമുക്കുള്ളത്? കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ വ്യത്യാസിച്ചിട്ട് 6 അല്ലെ? 6 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നമുക്കുള്ളത്. അവിടെ എന്താണ്, അവിടെയും എന്താണ് ഇത്തരത്തിലുള്ള ആരോഗ്യ ഹെൽത്ത് കെയർ സിസ്റ്റം അവിടെയും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെയും എന്താണ് ഈ നാഷണൽ ലെവലിൽ നിന്നുള്ള പ്രവർത്തനങ്ങള് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടത്തപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഡിസ്ട്രിക്ട് ലെവലിലേക്ക് വരുമ്പോൾ, ഡിസ്ട്രിക്ട് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ജില്ലാതലം. ജില്ലാതലത്തിന്റെ പ്രത്യേകതകൾ എന്തായിരിക്കാം? നമ്മളുടെ കേരളത്തിൽ എത്ര ജില്ലകളാണുള്ളത്? 14 ജില്ലകളാണുള്ളത് അല്ലെ? ഈ 14 ജില്ലകളുടെയും ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുടെ പുരോഗതി അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് ആരാണ്? ഡിസ്ട്രിക്ട് ലെവലിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് ആരാണ്? ആരോഗ്യ മേഖലയിലെ ആരായിരിക്കാം? മുഖ്യമന്ത്രിയാണോ? ധനകാര്യമന്ത്രിയാണോ? ഏത് മന്ത്രിയായിരിക്കാം? കളക്ടറാണോ? ആരാണ്? ഹോം മിനിസ്റ്റർ ആണോ? ഇങ്ങനെ എല്ലാ മിനിസ്റ്റർമാരുടെ പേരുകൾ ഇങ്ങനെ പറയും അല്ലെ? ആരാണ് കുട്ടികളെ നമ്മളുടെ ആരോഗ്യ വെരി ഗുഡ്, ഹെൽത്ത് മിനിസ്റ്റർ അല്ലെ? ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യ മന്ത്രാലയമാണ് നമുക്ക് എന്ത് നൽകുന്നത്? ആരോഗ്യ പരിരക്ഷ നൽകുന്നത്. നമ്മുടെ ആരോഗ്യമന്ത്രി ആരാണ്? വീണ ജോർജ് അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം, വീണ ജോർജ് ആണ് ആരോഗ്യമന്ത്രി. ഓക്കെ, അപ്പൊ നമ്മളുടെ 14 ജില്ലകളിലേക്കുമുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളും അത് മാത്രമല്ല അത് CHCക്കും PHCക്കും അതിന്റെ നിർദ്ദേശങ്ങൾ നൽകുന്നത് ആരാണ്? ആരോഗ്യ മന്ത്രാലയമാണ് അല്ലെ? ആരോഗ്യമന്ത്രിയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഡിസ്ട്രിക്ട് ലെവലുകളിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഡിസ്ട്രിക്ട് ലെവൽ എന്താണെന്നപ്പോ മനസ്സിലായോ? യെസ്. ഇനി റൂറൽ ഏരിയാസ് ഡിസ്ട്രിക്ട് ലെവലിന്റെ കീഴിൽ വരുന്ന രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? 2 ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതില് ഫസ്റ്റ് വരുന്നതാണ് എന്താ? റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിൽ അതിന്റെ ഗ്രാമപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? CHC കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സും അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സും സബ് സെന്റേഴ്സും. റൂറൽ ഏരിയാസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇത്തരം സെന്റേഴ്സുകളാണ് അല്ലെ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററും പ്രൈമറി ഹെൽത്ത് സെന്ററും സബ് സെന്റേഴ്സുമാണ് റൂറൽ ഏരിയാസിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത്. ഇനി അർബൻ ഏരിയാസിലോ? നഗരപ്രദേശങ്ങളില് ആരാണ്? ഹോസ്പിറ്റൽസും ഡിസ്പെൻസറിയും ആശുപത്രികളും ഡിസ്പെൻസറികളിലുമാണ് ആരോഗ്യ പരിരക്ഷകള് നടത്തപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞേ, ഹെൽത്ത് സിസ്റ്റത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റത്തിലെ ഏറ്റവും ഹയർ പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഹയർ പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഏത് ലെവലാണ് ഹയർ പൊസിഷൻ എന്ന് പറയുന്നത്?
നാഷണൽ ലെവൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഓക്കെ, ഓക്കെ. ഇനി അതിന് കീഴിൽ എന്തൊക്കെ വരുന്നുണ്ട്? സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? സ്പീഡൊന്നും കൂടുന്നില്ലല്ലോ. ഓക്കെ, സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. അതിന് താഴെ വരുന്നതാണ് എന്ത്? ഡിസ്ട്രിക്ട് ലെവൽ, ജില്ലാതലം അല്ലെ. ഇനി ജില്ലാതലത്തിൽ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അല്ലെ. ഏതൊക്കെ വരുന്നുണ്ട്? റൂറൽ ഏരിയാസ്, അർബൻ ഏരിയാസ്. റൂറൽ ഏരിയാസില് എന്തൊക്കെ വരും? CHSC, PHSC, സബ് സെന്റേഴ്സ്. ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. അർബൻ ഏരിയാസിൽ എന്ത് വരുന്നുണ്ട്? ഹോസ്പിറ്റൽ ആൻഡ് ഡിസ്പെൻസറീസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ മനസ്സിലായോ? നമ്മുടെ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതിന്റെ താഴെയാണ് വരുന്നത് എന്നുള്ളത് വ്യക്തമായോ? ഓക്കെ അർപ്പിത. നിങ്ങളുടെ ഈ കോഴ്സില് കുറച്ചുകൂടി ഒരു എളുപ്പമുള്ള ചാപ്റ്റർ എനിക്ക് തോന്നുന്നത് ഇത് മാത്രമാണ് തോന്നുന്നത്. പിന്നെയൊക്കെ നമ്മള് കുറച്ചുകൂടി മെഡിക്കൽ ടേംസുകളൊക്കെ വരുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുക. ഇനി ഹോസ്പിറ്റൽ ഫംഗ്ഷനും കൂടി എന്താണ് ജസ്റ്റ് എന്ന് പറഞ്ഞു പോവാം. ഹോസ്പിറ്റൽ ഫംഗ്ഷനെ നമ്മള് രണ്ടായിട്ട് ഇവിടെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇവിടെ എല്ലാത്തിനും ഇങ്ങനെ ഡിവൈഡ് ചെയ്യലാണ്, എല്ലാത്തിനും ഓരോ ഡിവിഷൻസ് വരുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇത് എളുപ്പമാണ്. ഈ ഭാഗം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഹോസ്പിറ്റൽ ഫംഗ്ഷൻസിന് നമ്മൾ രണ്ടായിട്ട് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്നും എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്നും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പേര്? ഇൻട്രാ, എക്സ്ട്രാ എന്താണ് കേട്ടിട്ടുണ്ടോ അല്ലെ? ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാല് സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. എന്താണ്? ഹോസ്പിറ്റലിന് വിത്തിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളില്, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന സർവീസസിനാണ് എന്ത് പറയുന്നത്? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ? എന്നാൽ സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് അകത്ത് നടക്കുന്ന സർവീസസിനെയാണ്, സേവനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്ട്രാമ്യൂറൽ എന്തായിരിക്കാം? ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അല്ലെ. എന്താണ്? സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. എന്താണ്? ഹോസ്പിറ്റലിന് പുറത്ത് നടക്കുന്ന സേവനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിന് രണ്ട് തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് ഹോസ്പിറ്റലിനകത്ത് നടക്കുന്നതും, അകത്ത് നടക്കുന്നതിന് എന്താ പറയുന്നത്? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ, സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. ദെൻ ഹോസ്പിറ്റലിന് പുറത്ത് നടക്കുന്ന സേവനങ്ങളാണ് എന്ത്? എക്സ്ട്രാമ്യൂറൽ, സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. ഓക്കെ, ആ രണ്ട് ഫംഗ്ഷൻ നമുക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ പറഞ്ഞ ഇത്രയും രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതില് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസില് ജസ്റ്റ് ഇപ്പൊ പറഞ്ഞു പോലെ നിങ്ങളൊന്ന് കേട്ടിരുന്നാൽ മതി കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. നേരത്തെ പഠിച്ച ഏതെങ്കിലും ടോപ്പിക്സുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. ഇല്ലെന്നാണെങ്കിൽ നമുക്കിതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. എന്താണ് ഇൻട്രാമ്യൂറൽ എന്നും എന്താണ് എക്സ്ട്രാമ്യൂറൽ എന്നും നമുക്കത് പറഞ്ഞു പോകാം. നേരത്തെ എടുത്ത ടോപ്പിക്സുകളില് വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ അല്ലേ നിങ്ങള്? ക്ലിയർ? ഓക്കെ. ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസില് വരുന്നതാണ് എന്താ? റീസ്റ്റോറേറ്റീവ് ഫംഗ്ഷൻ എന്നൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. റീസ്റ്റോറേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? പുനഃസ്ഥാപിക്കാൻ പറ്റുന്നത് അല്ലെ. പുനഃസ്ഥാപിക്കൽ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അവിടെ എന്തൊക്കെ വരുന്നുണ്ട്?
ഡയഗ്നോസ്റ്റിക് വരുന്നുണ്ട്. ജസ്റ്റ് പറഞ്ഞു പോണതാണ്, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഡയഗ്നോസ്റ്റിക്സ് വരുന്നുണ്ട്. ഡയഗ്നോസ്റ്റിക്സിൽ എന്തൊക്കെ വരും? These consist of the inpatient service involving medical, surgical and other specialties and special diagnosis. Curative എന്ന് പറയുന്നത് എന്താണ്? ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനസ്, എല്ലാ രോഗങ്ങളുടെയും ചികിത്സയ്ക്ക് പറയുന്ന പേരാണെന്ത്? കറേറ്റീവ് എന്ന് പറയുന്നത്. റിഹാബിലിറ്റേറ്റീവ് എന്താണ്? പുനരധിവാസം. നമ്മൾ ആ വാക്ക് കേട്ടിട്ടുള്ളതാണ് അല്ലെ? റിഹാബിലിറ്റേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പുനരധിവസിക്കുന്നു. ഏതെല്ലാം തരത്തിലാണ്? ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ റിഹാബിലിറ്റേഷൻ. മാനസികമായും ശാരീരികമായിട്ടും സാമൂഹികമായിട്ടുള്ള പുനരധിവാസത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് ഹോസ്പിറ്റലിൽ അകത്ത് വരുന്ന ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഇൻട്രാമ്യൂറലിൽ വരുന്ന ഫങ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ദെൻ അടുത്ത പോയിന്റ് എന്താണ്? കെയർ ഓഫ് എമർജൻസീസ്. ആക്സിഡന്റ്സ് ആസ് വെൽ ആസ് ഡിസീസസ്. അതൊക്കെയാണ്, അത്തരം പോയിന്റ് ആണ് എന്ന് വരുന്നത് റീസ്റ്റോറേറ്റീവ് എന്നൊരു ഫംഗ്ഷനിലുള്ള അകത്ത് വരുന്ന പോയിന്റ്സുകൾ. നെക്സ്റ്റ് വരുന്നത് പ്രിവെന്റീവ് ഫംഗ്ഷൻ. പ്രിവെന്റീവ് ഫംഗ്ഷനിൽ എന്തൊക്കെ വരാം? പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിരോധിക്കുക അല്ലെ? എന്തിനൊക്കെ മേലുള്ള പ്രിവെൻഷൻ ആണ്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. അതായത് നോർമൽ പ്രഗ്നൻസികളുടെയും അതുപോലെ തന്നെ ചൈൽഡ് ബർത്തിന് മേലെയുള്ള മേൽനോട്ടം വഹിക്കല്. സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. അതായത് കുട്ടികളുടെ വളർച്ചയെയും വികാസത്തെയും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നതാണ്, പ്രിവെന്റീവില് വരുന്നതാണ്. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പ്രിവെൻഷൻ ഓഫ് പ്രൊലോങ്ഡ് ഇൽനസ്. പ്രോലോങ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളെയാണ് നമ്മള് പ്രോലോങ്ഡ് എന്ന് പറയുന്നത്. പ്രോലോങ്ഡ് ഇൽനസ് എന്ന് പറയുന്നത്. നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മളുടെ സാംക്രമികമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഇല്ലേ, ഏതൊക്കെയാണ്? നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത പോയിന്റ് വരുന്നത് എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ. ഇവ ഏതിൽ വരുന്നതാണ്? പ്രിവെന്റീവ് ഫംഗ്ഷനിൽ വരുന്നതാണ്. ഇത് ഇൻട്രാമ്യൂറലിലെ പ്രിവെന്റീവ് ഫംഗ്ഷനിൽ വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്, സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, നഴ്സ് ആൻഡ് മിഡ്വൈസ്, മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? എഡ്യൂക്കേഷനിൽ വരുന്നത്. റിസർച്ച് ഭാഗത്ത് എന്തെല്ലാം വരുന്നുണ്ട്? ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസ്, ക്ലിനിക്കൽ മെഡിസിൻ, ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇത്രയും കാര്യങ്ങളാണ് എന്താ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നത്. ഹോസ്പിറ്റലിന്റെ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസിൽ വരുന്നതാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി എന്താണ് എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻസിൽ എന്തെല്ലാം വരുന്നുണ്ട്? ഔട്ട് പേഷ്യന്റ് സർവീസ് വരും, ഹോം കെയർ സർവീസ് വരും, മൊബൈൽ ക്ലിനിക്സ്, ഡേ കെയർ സെന്റേഴ്സ്, നൈറ്റ് ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കെയർസ്, ക്യാമ്പ്സ്. ഇത്തരം കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ ഫംഗ്ഷനിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇതിന്റെ അധികം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനില്ല, എങ്കിലും ഇതിൻ്റെതായ മീനിങ്ങുകളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമ്മൾ എടുത്ത ഭാഗം വരെ എവിടെ വരെയാണ് എടുത്തത്? നമ്മള് ഹോസ്പിറ്റൽ ഫംഗ്ഷൻ അവിടെ നിൽക്കട്ടെ. എന്താണ് എക്സ്ട്രാമ്യൂറൽ ഇൻട്രാമ്യൂറൽ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന് തൊട്ട് മുമ്പ് എടുത്ത ഭാഗങ്ങളില്ല, അത് നന്നായി വായിക്കും കേട്ടോ. നന്നായി വായിച്ച് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മുടെ 3 ടയർ സിസ്റ്റം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായില്ലേ? ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു കോർ ഏരിയ ഉണ്ടായി. സബ് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത് ഒരു കോർ ഏരിയ ആണ്. ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ്. നമ്മുടെ ഫേസസ്, ഹെൽത്ത് സെന്റേഴ്സിന്റെ 3 ഫേസസ്, 2 പ്രിൻസിപ്പിൾസ് നോട്ട് ചെയ്യണം. ഇയേഴ്സ് നോക്കണം. ഇനീഷ്യൽ ഫേസിലെയും സെക്കൻഡ് ഫേസിലെയും തേർഡ് ഫേസിലേക്ക് എന്താണ് ഇയേഴ്സ് നോട്ട് ചെയ്യാം. അതിന് മുന്നേ വരുന്നത് എന്താണ്? ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് വരുന്ന ആയുഷ്.
അല്ലെ? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേറെ സംശയമൊന്നുമില്ലെങ്കിൽ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, Miss. Thank you, ma'am. Thank you, ma'am. Thank you, Miss.